C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. പരസ്പരം എന്തും തുറന്നു പറയാനുള്ള ഒരടുപ്പം ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റൂ. എങ്ങനെ? ഇപ്പൊ വിളിച്ചില്ലേ അങ്ങനെ? ഞാൻ എന്താ വിളിച്ചത്? അത് ഞാൻ തന്നെ പറഞ്ഞു കേൾക്കണം അല്ലേ? കള്ളൻ. അതെ, അതിനുവേണ്ടി തന്നെയാണെന്ന് കൂട്ടിക്കൂ. നേരത്തെ എന്നെ ഇയാള് എന്ന് വിളിച്ചില്ലേ? എനിക്ക് അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടാ. എന്താ എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുമായിരുന്നു, എന്ത്? ഒരുപാട് തവണ നമ്മൾ ഈ വഴിയെ കൂടി ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ യാത്രയ്ക്കൊന്നും ഇത്രയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. അതെന്താ? അന്നൊന്നും നമ്മൾ ഇത്രയും ഇഷ്ടത്തോടുകൂടി അല്ലല്ലോ യാത്ര ചെയ്തത്. വഴക്കിട്ടും പരസ്പരം പിണങ്ങിയൊക്കെ അല്ലേ? പക്ഷേ അന്നും നിങ്ങളുടെ കൂടെയുള്ള യാത്രകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലെങ്കിലും സ്വന്തം ഭർത്താവിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഏത് പെണ്ണ ഇഷ്ടപ്പെടാത്തെ? സത്യത്തിൽ അന്നൊക്കെ ഞാൻ എത്ര ബോറായിട്ടാ പെരുമാറിയത്. എന്തോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളോടൊപ്പമുള്ള ഓരോ യാത്രകളും ഞാൻ ആസ്വദിച്ചിരുന്നു. ചുമ്മാ അല്ലെന്നേ, സത്യം. അല്ല, എങ്ങോട്ടേ പോന്നെ? ഓഫീസിലേക്കല്ലേ? നമുക്ക് തന്റെ വീട്ടിലേക്ക് പോയാലോ? സത്യം? സത്യം. തന്റെ വീട്ടിലുള്ളവർക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഇപ്പൊ തനിക്ക് സന്തോഷമായോ? അന്ന് ആ ഉത്സവത്തിന് തന്റെ വീട്ടിലേക്ക് ഞാൻ വന്നത് ഒട്ടും ഇഷ്ടമില്ലാതെയായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ ആ ഉത്സവത്തിന്റെ കാരണവരായി. എന്റെ സ്വഭാവം കൊണ്ട് എനിക്കത് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. അടുത്ത ഉത്സവത്തിന് തന്റെ കയ്യും പിടിച്ച് എനിക്ക് ആ ഉത്സവപ്പറമ്പിലൂടെ നടക്കണം. ഇയാളെന്താടോ ഒന്നും മിണ്ടാത്തത്? ഇല്ല, ഞാനിങ്ങനെ ഓരോന്ന് ഓർത്തുപോയതാ. അച്ഛനും മമ്മിയൊക്കെ നമ്മളിങ്ങനെ ഒരുമിച്ച് ചെല്ലുന്നത് കാണുമ്പോ സന്തോഷം കൊണ്ട് ചിലപ്പോ തുള്ളിച്ചാടും. എത്ര നാളായെന്നറിയോ അച്ഛൻ ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. ഞാനിതൊക്കെ സ്വപ്നം കാണുകയാണോ ഹിറ്റ്ലറെ? ചിലപ്പോ ജീവിതം സ്വപ്നത്തിനും അപ്പുറം. ഇതുപോലെ താൻ എന്തായി കാണിക്കുന്നേ? എനിക്ക് വയ്യ. അവർക്ക് മണിയറ ഒരുക്കി കൊടുക്കാനും പാല് കാച്ചി കൊടുക്കാനും എനിക്ക് സൗകര്യമില്ല. അങ്ങനെ പറയരുത് താരെ. DK അംഗീകരിച്ചപ്പോ ജ്യോതിയെ നമ്മളും അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം അവരുടെ ആദ്യരാത്രിയാ. ശരിക്കും പറഞ്ഞാൽ ശാന്തി മുഹൂർത്തം. എന്താണ് 3 പേരും കൂടെ ഒരു ഗൂഢാലോചന? വാട്ട് ഹാപ്പൻ? അമ്മ, DKയുടെ മുറി അലങ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് താരേച്ച് സമ്മതിക്കുന്നില്ല. ഇന്ന് അവരുടെ ആദ്യ രാത്രിയല്ലേ? എന്നിട്ട് അവരെവിടെ? DK ജ്യോതിയും കൂട്ടി പുറത്തേക്ക് പോയി. ഓ ഗോഡ്, അവർ പുറത്തു പോയോ? എന്താമ്മേ, അവരൊരുമിച്ച് പോയതില് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെ പോയാൽ കുഴപ്പമുണ്ടാവും. അവരുടെ മുറി ബ്യൂട്ടിഫുൾ ആക്കാൻ വരട്ടെ. എന്തു പറ്റിയമ്മ? അവരുടെ ശാന്തി മുഹൂർത്തം
ഇന്ന് നടക്കാൻ പാടില്ല. അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത്? ട്രൂത്ത്, മണിവർണ്ണ സ്വാമികൾ പറഞ്ഞ ട്രൂത്ത്. ഇന്നേക്ക് 7-ാം ദിവസം മാത്രമേ അവരുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ പാടുള്ളൂ. അപ്പൊ ഇന്ന് നടക്കത്തില്ലല്ലേ? ഒന്നും ഉണ്ടായിരിക്കും താരേച്ചി. അവരുടെ ശാന്തി മുഹൂർത്തത്തിന് മുമ്പ് മണിവർണ്ണ സ്വാമികൾ പറഞ്ഞ കുറച്ച് കർമ്മങ്ങൾ ഇവിടെ നടത്താനുണ്ട്. അവരുടെ ശാന്തി മുഹൂർത്തത്തിന് മുമ്പ് അമരാവതിയിൽ ഒരു പൂജ നടക്കണം. എന്ത് പൂജയാ സ്വാമി? ഐശ്വര്യ ലക്ഷ്മി പൂജ. അത് മാത്രമല്ല ചെയ്യേണ്ടത്. ഇപ്പോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായമ്മേ. പൂജയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങള് ശരിയാക്കാം. ഒന്നും വിട്ടുപോകരുത്. അതെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുക. അമ്മ പേടിക്കണ്ട, ഞാനതൊക്കെ സന്തോഷത്തോടു കൂടി ചെയ്തോളാം. ശരി. അടിപൊളി. അപ്പോ ഇന്നത്തെ ശാന്തി മുഹൂർത്തം മുടങ്ങി. മായച്ചി, നമ്മുടെ ഭർത്താക്കന്മാര് വരുന്നത് വരെ അവരുടെ ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ സമ്മതിക്കരുത്. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ദേ, മണ്ടത്തരം പറഞ്ഞാലേ ഒരു കുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരെ നമുക്ക് വിളിച്ചു വരുത്താം. പക്ഷെ അതിന് ഇത് മുടക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മായിയച്ഛന്റെയും അമ്മായിയമ്മയുടെയും ആദ്യ രാത്രിക്ക് മണിയറ ഒരുക്കാൻ അവസരം കിട്ടിയ മരുമക്കള് ഈ ലോകത്ത് വേറെ എവിടെ കാണും? അത് സത്യമായേച്ചി, ഇതൊരു സന്തോഷം തന്നെയാ. ഓ, എനിക്ക് അത്ര സന്തോഷമൊന്നും തോന്നുന്നില്ല. നിങ്ങൾ അങ്ങ് സന്തോഷിച്ചാ മതി, എന്നെ വിളിക്കണ്ട. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.